DM7 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വ്ലോഗാണ്. കാരണം ഇന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. യൂഷ്വലി എല്ലാ ബർത്ത്ഡേക്കും ഇപ്പോൾ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി. അപ്പോൾ ഈ 6 വർഷമായിട്ടും ഈ ഒരു ദിവസം സെയിം ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ 12 മണിയാകുമ്പോൾ ഞാനൊരു കേക്ക് മുറിപ്പിക്കും. ഉച്ചയാവുമ്പോൾ എന്നെക്കൊണ്ടാവുന്ന പോലെ എല്ലാ വിഭവങ്ങളും വെച്ചുകൊണ്ട് പായസമൊക്കെ ആയിട്ടൊരു സദ്യ ഉണ്ടാക്കും. അന്ന് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ ഞങ്ങൾ അമ്പലത്തിൽ പോവും. പിന്നെ ഗിഫ്റ്റായിട്ട് ഞാൻ എപ്പോഴും ഡ്രസ്സ് കൊടുക്കും ആ ദിവസം. ഇതാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്ത് വരുന്നത്. ഇതൊന്നും അല്ല ഹൈലൈറ്റ്, ഏട്ടന് ഇത് ഇഷ്ടമല്ല. ആക്ച്വലി സദ്യ ഏട്ടന് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. പിന്നെ ഡ്രസ്സ് അതിനോട് ഏട്ടന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. എത്ര ഡ്രസ്സ് കിട്ടിയാലും എനിക്ക് ഡ്രസ്സിനോട് ഭയങ്കര ഒരു ക്രേസാണ്. അത് ഏട്ടനില്ല. അപ്പോൾ ഇത് തന്നെ ഏട്ടന് ഇഷ്ടമില്ലാത്ത ഈ കാര്യമല്ലേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേന്ന് ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഏട്ടന് ഇഷ്ടമില്ല കാര്യങ്ങൾ ഈ പ്രാവശ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇതാണ് ബർത്ത്ഡേക്ക് ചെയ്യുന്നതെന്ന് തോന്നും. പക്ഷേ ഇതൊക്കെ ചെയ്താലാണ് ഏട്ടൻ്റെ ഫേസിൽ ഒരു ഹാപ്പിനെസ് വരിക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഏട്ടൻ ഇപ്പോൾ ഉറങ്ങുകയാണ്. എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. ഏട്ടൻ ഈ മൈദയില്ലേ, മൈദയുടെ ദോശ നല്ല നെയ്യിലെല്ലാം പൊരിച്ചെടുത്ത് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനത് അധികം ആക്കാറില്ല മൈദ ആയതുകൊണ്ട്. ബട്ട് ഇന്ന് ഏട്ടൻ്റെ ഡേ അല്ലേ, അപ്പോൾ ഏട്ടന് ഇഷ്ടമുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഡേ നമുക്ക് ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. വായോ. പാൻ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ ചിക്കൻ ഇതേപോലെ ഒന്ന് വറുത്ത് കോരാം. അധികം ഓവർ ആവണ്ട കേട്ടോ. ആ സമയത്തിന് നമുക്ക് നമ്മുടെ മാവ് കലക്കാം. അധികം ലൂസാവാതെ ഉപ്പും വെള്ളവും ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കലക്കുന്നത്. ചിക്കൻ ആവശ്യത്തിന് പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി, കറിക്കല്ലേ, അധികം ഫ്രൈ ആവണ്ട. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ സവോള വളരെ നേരിയതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി നല്ല വഴണ്ട് വരുന്നവരെ നമുക്ക് ഇളക്കാം. ആവശ്യത്തിന് വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഒരു നുള്ളു ഗരം മസാല ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറുന്നവരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് ഒരു തക്കാളി നന്നായിട്ട് മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കുക. ഞാൻ അതേപോലെ പീസ് ഇടാറില്ല കേട്ടോ, ഞാൻ അരച്ചിട്ട് എപ്പോഴും ചേർക്കാറ്. എണ്ണയൊക്കെ ഇത് നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരിയ ചിക്കൻ ഇല്ലേ, അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേണ്ടത്ര കുറുകുന്നത് വരെ നമുക്കിങ്ങനെ വെക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ലാസ്റ്റാണ് ഞാൻ ചേർക്കാറ് കറിവേപ്പിലയും പച്ചമുളകും. അതെന്താ ലാസ്റ്റ് ചേർക്കുന്നതെന്ന് വെച്ചാൽ അപ്പം അതിൻ്റെ നല്ലൊരു ഫ്ലേവറും മണവും ഉണ്ടാവും കേട്ടോ. ആദ്യമേ ഇട്ട് അതിങ്ങനെ അലിഞ്ഞിങ്ങനെ ഇല്ലാണ്ടായിപ്പോൾ. അപ്പോൾ ഞാൻ എപ്പോഴും അവസാനം ചേർക്കും. ഇത് ചേർത്ത് ജസ്റ്റ് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഒരു മൂടി വെച്ച് നമ്മൾ അടച്ചു വെക്കും. അപ്പോൾ തന്നെ ഞാൻ തീ ഓഫ് ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ആ മുളകിൻ്റെയും ആ കറിവേപ്പിലയിലൊക്കെ നല്ലൊരു മണവും ആ ഫ്ലേവറും കിട്ടും. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ. താങ്ക് യു. കട്ടിയോ? നീ വരുന്നില്ല കട്ടിയ? നീ വരുന്നില്ല കട്ടിയ? ആ ഏട്ടനെ കട്ട് ചെയ്യണോ, ഹാപ്പി കട്ട് ചെയ്യണോ, ബർത്ത്ഡേ കട്ട് ചെയ്യണോ? ഏട്ടന് കട്ട് ചെയ്താൽ ലവ് കട്ടിയില്ല. ലവ് ഇങ്ങനെ വരുന്ന രീതിയിൽ മുറിക്കും. അത് പറ്റൂല. ഇവിടെ കൊണ്ടിട്ട് അവർ ഇത് സാധനം വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്യാൻ പറ്റില്ല. അതൊരു കുഴപ്പമില്ല. എടുത്തു. അത് ഫസ്റ്റ് തരാം. ഇതൊരു റൗണ്ട് ആണ്. തിന്നാൻ പറ്റുന്നതന്നെയല്ലേ? അയ്യോ പാടില്ല. പാടൊന്നും വേണ്ടടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരുപാട് നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കണം എൻ്റെ കൂടെ. താങ്ക് യു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ലത്.
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? അപ്പോൾ ഞങ്ങളുടെ എല്ലാ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഇൻസ്റ്റാ ഫാമിലിക്കും എല്ലാവർക്കും വേണ്ടി കേക്ക് ഞാൻ തിന്നുന്നതായിരിക്കും. ഒരു കേക്ക് കിട്ടുന്ന ഓർഡർ ചെയ്തതാട്ടോ. എനിക്ക് അവരുടെ കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്താ ഫ്ലേവർ? വാൻചോ. നല്ലുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. ഞാൻ ഇന്നലെ 12 മണിക്ക് മുറിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അവരോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എപ്പോഴാണോ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത് ആ ടൈമിൽ എനിക്ക് കൊണ്ടുവന്ന് തന്നാൽ മതിയെന്ന്. അപ്പോൾ ഒരു രാത്രി 9 മണിക്ക് അവർ ഇന്നലെ 9 മണിയാകുമ്പോൾ കൊണ്ട് തന്നു. എനിക്ക് 12 മണിയാകുമ്പോൾ മുറിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഏട്ടന് ഇന്നലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, വരാൻ കുറച്ച് ലേറ്റായി. അവർക്ക് ഇന്നലെ ഓഫീസിൽ നിന്ന് പുറത്തുനിന്ന് ഡിന്നറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വരാൻ കുറേ വൈകി. പിന്നെ ഏട്ടൻ ഭയങ്കര ടയേർഡും ആയിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി വേണ്ട, നാളെ രാവിലെ മുറിക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇന്നിപ്പം മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയുള്ളൂ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ദോശ ആക്കില്ലായിരുന്നു കേട്ടോ, ചിക്കൻ കറി ആക്കിയപ്പോൾ തന്നെ ഏട്ടൻ കുളിച്ചിട്ട് വന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ കേക്കെല്ലാം സെറ്റ് ചെയ്തു. ഏട്ടനിങ്ങനെ എത്രത്തോളം നേരിയതാക്കാൻ പറ്റും അത്രത്തോളം നേരിയതാക്കിയിട്ട് ചുടുന്ന കേട്ടോ ഏട്ടന് ഇഷ്ടം. പിന്നെ നെയ്യും കൂടി ഇങ്ങനെ ഒറ്റിച്ചൊറ്റിച്ച് കൊടുത്തിട്ട് നല്ലോണം നെയ്യ് വെച്ചാൽ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. നല്ല നെയ്യിലിങ്ങനെ പൊരിച്ചെടുത്ത ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ലോണം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. മിൽമേരെ നെയ്യാട്ടോ യൂസ് ചെയ്യുക, മിൽമ അല്ലെങ്കിൽ നന്ദിനി. ഇതാണ് ഇങ്ങനെ നല്ല പൊരിച്ചെടുത്ത ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ചിക്കൻ കറി നല്ല റെഡി ആയിട്ടുണ്ട്, നമുക്ക് സെർവ് ചെയ്യാം. ഏട്ടാ കഴിക്കാം. ഇന്ന് ഏട്ടൻ്റെ ഫേവറേറ്റാ. കാണിക്കാം, വെയിറ്റ്. ടേബിള് കണ്ട അതിലില്ലാത്തൊരു സാധനമില്ല, കച്ചറ ഉച്ചറ. ഏട്ടാ ലാപ്പ് എവിടുന്ന് മാറ്റും? അപ്പം ഇരിക്ക്, ഞാൻ സെർവ് ചെയ്യാം. അല്ല ഏട്ടൻ വിളമ്പിക്കോ, ഞാൻ പിടിക്കാം. എനക്കാ ഏട്ടനെടുക്ക്. താങ്ക് യു. മതി. നടക്കിയിട്ട് എടുത്തപ്പ ഏട്ടന് വിളമ്പിക്കോ. ആ അതൊന്ന് മടക്കിട്ടിടുവോ? അപ്പ വിളിച്ച് പൂട്ടി. ആരോ ഫോൺ. അപ്പോൾ സമയം 1 മണിയായി. അപ്പോൾ ഏട്ടന് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കഴിക്കാൻ പോവുക. ഞങ്ങൾ കഴിഞ്ഞ സൺഡേ ഇവിടെ പോയായിരുന്നു, പക്ഷേ തീർന്നു പോയി, ഭയങ്കര റഷായിരുന്നു. അപ്പോൾ ഞാൻ 12 മണിക്ക് ഓപ്പൺ ആയപ്പോഴേ വിളിച്ച് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ പോകുമ്പോഴത്തേക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിലോ, അവിടെ നോർമലി ഭയങ്കര തിരക്കുള്ളതാണ്. അപ്പോൾ ഏട്ടന് ഇഷ്ടമില്ല ആ വിഭവം, അവിടെ പോയി കഴിക്കാം. ഏട്ടനെ അറിയില്ല കേട്ടോ എവിടെയാണ് ഫുഡ് കഴിക്കാൻ എന്തോ പോകുന്നതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ, ഈ ടൈമും കൂടെയല്ലേ. പക്ഷേ എവിടെയാ എന്ത് കഴിക്കാനാ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ റൈറ്റും ലെഫ്റ്റും പറയട്ടെ, നേരെ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഫാൻ ലേറ്റർ ഓഫ് ആക്കിക്കോപ്പ. അയ്യോ, നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി മറന്നു. എൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ദിനുവേട്ടൻ ചെയ്ത് തന്നാട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ്
എന്തോരം നാണക്കാട് ചമ്മലായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയില്ല കേട്ടോ. ഇതിങ്ങനെ ചെയ്തിട്ട് ഇന്ന് ആദ്യമായിട്ട് ഇറങ്ങണേ. പക്ഷെ ഏട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഏട്ടൻ ചെയ്തതാണല്ലോ. അപ്പൊ എങ്ങനെയുണ്ട്? ഇതാണോ നല്ലത്, പഴയതാണോ നല്ലത്? കുറ്റം പറയാൻ പറ്റൂല, നിങ്ങൾ തന്നെ പറയണം. ഇതാണോ നല്ലത്, പഴയ ലുക്കാണോ നല്ലത്? എനിക്കൊന്ന് കമന്റ് ചെയ്യണേ. കമന്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇനി ഇത് വളരണം. ഭയങ്കര ട്രാഫിക് ആട്ടോ. 5 മിനിറ്റത്തെ കാര്യമുള്ളൂ, അരമണിക്കൂറാവും. സംഭവം മനസ്സിലായോ? നമ്മുടെ ബിഗ് മൗത്ത് ആട്ടോ. ഇവിടെ ഉച്ച ടൈമിലെല്ലാം ഭയങ്കര റഷാ. രാത്രിയും പിന്നെ വീക്കെൻഡ് ആണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടേ. എനിക്ക് നമ്മളെ കവാത്തിയിലെ പാൽക്കപ്പ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടുത്തെ എന്നെ കടിക്കും. നമ്മുടെ അടുത്ത് ആരും കേട്ടില്ല. ഇതാട്ടോ ഏട്ടൻ്റെ ഫേവറേറ്റ് എന്ന് ഞാൻ പറഞ്ഞത്, മട്ടൻ ബിരിയാണി. ഏട്ടൻ കഴിക്കാറേ ഇല്ല, ഭയങ്കര റെയറാണ്. കാരണം ഞാനിത് കഴിക്കില്ല, അതുകൊണ്ട് ഏട്ടന് ഓർഡർ ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇന്നേ ദിവസം ഇതന്നെ ഏട്ടന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എങ്ങനെയാണ് ടേസ്റ്റ് എന്നൊന്നും അറിയില്ല. ഞാൻ നമ്മുടെ പാൽക്കപ്പി ചെമ്മീൻ റോസ്റ്റും ആട്ടോ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കഴിച്ചിറങ്ങി. ഭയങ്കര മഴ, കയറുമ്പോൾ മഴയൊന്നുമില്ലായിരുന്നു. ഇവർക്ക് ഇവിടെ പാർക്കിംഗ് ഫില്ലായി. അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെയും പാർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ വണ്ടി ഉള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക അവരത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ കാറ് വന്നു കേട്ടോ. ഇനി നേരെ ഫ്ലാറ്റിലേക്ക്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. ഹലോ, ഇപ്പം സമയം രാത്രി 8:20 കേട്ടോ. അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ നൈറ്റും കൂടെ പുറത്ത് പോയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങണം എന്നാണ്. വാങ്ങിയിട്ട് പുറത്തുനിന്ന് കഴിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കറക്റ്റ് സമയത്ത് ഏട്ടൻ്റെ മീറ്റിംഗ് കുറച്ച് ബിസി ആയിപ്പോയി. അപ്പം അത് നടപടി ആവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പോട്ടെ എന്തെങ്കിലും ആവട്ടെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അത് ഇന്ന് എന്തായാലും കൊടുക്കണം എന്ന് എനിക്കൊരു ഭയങ്കര ഒരു ആഗ്രഹമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സംഭവം ചിക്കനിലെ ഫ്രൈഡ് ചിക്കൻ ആട്ടോ. അതൊരു 2 വീക്സ് മുന്നേ തൊട്ട് ഏട്ടന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നോട്, ദൈവത്തോർത്ത് നീ ബർത്ത്ഡേക്ക് എനിക്ക് ഷർട്ട് വാങ്ങിത്തരുത്, എനിക്ക് ചിക്കനിലെ ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചു തന്നാൽ മതി. കാരണം ഏട്ടനത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതേട്ടൻ വെറുതെ ഒരു തമാശയ്ക്ക് ഇങ്ങനെ പറയുന്നത് ഷർട്ട് വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ വാങ്ങാമെന്ന്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം 45 മിനിറ്റ്സാണ് കാണിക്കുന്നത്. ഭയങ്കര മഴയുണ്ട്, കുറച്ചും കൂടി ഡിലേ ആവുമായിരിക്കും. അപ്പോൾ വരുമ്പോൾ ഏട്ടൻ്റെ റിയാക്ഷൻ നോക്കാം. കാരണം എന്തായാലും ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ഏട്ടന് പെർമിഷൻ കോൾ വരും, ഏട്ടന് അപ്രൂവൽ കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും കിച്ചണിലേക്കുള്ള തിങ്സ് വാങ്ങുന്നതാണെന്ന് പറയാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കേട്ടോ ഏട്ടൻ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെല്ലെ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വരട്ടെ, അപ്പോൾ ഏട്ടൻ്റെ റിയാക്ഷൻ നോക്കാം. പ്ലേറ്റ് വേണ്ട, ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് നല്ല മണം. പ്ലേറ്റ് തരട്ടെ ഏട്ടാ.
വേണ്ടോ ഞാൻ അങ്ങനെ വെച്ചോളാം. ഇതുണ്ടല്ലോ. അപ്പോൾ കഴിച്ചോ. അങ്ങനെ ദിനുവേട്ടൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേയും എൻ്റെ ഇരിക്കുകയാണ്. അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുക, അഭിപ്രായങ്ങൾ പറയുക, അതിനനുസരിച്ച് ബെറ്റർ ആക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.